ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ശ്രീ മഹാദേവി നമ. അങ്ങനെ 39ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ദേവിയെ പൂജിക്കാനുള്ള പൂജിക്കേണ്ടുന്നതായ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ദേവി പൂജാവിധികളെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂജാവിധികളെപ്പറ്റി പറഞ്ഞു തരാം കേട്ടോ. അംബികാപൂജ 2 തരത്തിലുണ്ട്, ആന്തരമായും ബാഹ്യമായും. ബാഹ്യപൂജയും 2 തരത്തിലുണ്ട്, വൈദികമായും താന്ത്രികം. തന്ത്രത്തിൽ പറഞ്ഞ പ്രകാരം ദീക്ഷയെടുത്തവർ താന്ത്രിക പൂജ ചെയ്യുന്നു. ആ പൂജകൾ ശരിയാവണ്ണം ചെയ്തില്ലെങ്കിൽ അവൻ അധപ്പതനം നിശ്ചയമാണ്. ആദ്യമായി വൈദിക പൂജയെ പറ്റി പറയാം. ഹിമവാൻ, അങ്ങ് എന്റെ വിരാട് രൂപം ദർശിച്ചുവല്ലോ. ആ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ച് പൂജിക്കുക. വൈദികാർച്ചനയ്ക്ക് ഏറ്റവും യോജിച്ച രൂപമാണ് ഈ വിരാട് രൂപം. അഹങ്കാരം തുടങ്ങിയ വിചാരങ്ങൾ മാറ്റിവെച്ച് ശാന്തചിത്തനായി സ്ഥിരചിത്തനായി വേണം ജപധ്യാനയാഗങ്ങൾ ചെയ്യുവാൻ. പരിപൂർണ ഭക്തിയോടുകൂടി എന്നെ ധ്യാനിച്ച് എന്നോടുകൂടി ചേർന്നതായി ഭാവിച്ച് എന്നെ തന്നെ ആശ്രയിച്ച് പൂജിക്കുക. ഇമ്മട്ടിൽ എന്നെ പ്രസാദിപ്പിച്ചാൽ ഈ സംസാരത്തിൽ നിന്ന് മുക്തമാകാം. എന്നിൽ തന്നെ ശക്തി വെച്ച് എന്നിൽ തന്നെ ലയിക്കുന്നവരെ ഞാൻ ഭവസാഗരത്തിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വെറും കർമ്മങ്ങളെ കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല കേട്ടോ. ആ കർമ്മങ്ങൾ ഭക്തിയോടും ജ്ഞാനത്തോടും കൂടി ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ അവർക്ക് പ്രാപ്യയാകൂ. ശ്രുതിസ്മൃതികളിൽ പറഞ്ഞ മാതിരി കർമ്മം ചെയ്താൽ അത് ധർമ്മമാകും. അത് പ്രകാരം ചെയ്താൽ ഭക്തിയും ഉണ്ടാകും. ഭക്തി ഉണ്ടായാൽ ജ്ഞാനവും ഉണ്ടാകും. അത് ഭക്തിയും ജ്ഞാനവും വേറെ വേറെയല്ല. അത് ഭക്തി ഉണ്ടായ ജ്ഞാനം കൂടെ തന്നെ ഉണ്ടാവുന്നതാണ്. സർവജ്ഞയും ജ്ഞാന സർവസ്വയുമായ ഞാൻ സൃഷ്ടിച്ച വേദങ്ങളെ പ്രമാണമാക്കി എടുക്കണം. അതൊരിക്കലും പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി വരികയില്ല. ചില സ്ഥലത്ത് തന്ത്രാർത്ഥമായി ധർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വൈദികൻ ഒരിക്കലും അത് പ്രമാണമായി എടുക്കരുത്. വേദാർത്ഥങ്ങളെ സ്മൃതികളും വേണ്ടമാതിരി ഗ്രഹിച്ച് പറഞ്ഞുകൊണ്ട് മനു തുടങ്ങിയവരും അത് തന്നെ പ്രമാണമാക്കി എടുത്തിരിക്കുന്നു. മറ്റുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് അജ്ഞാനം മുഴുവൻ നീങ്ങാത്തത് കൊണ്ട് അവർ പറഞ്ഞ വിധികൾ പ്രമാണമായി എടുക്കരുത്. മോക്ഷേഷ്ടുവായ ഒരുവൻ വേദത്തിൽ വിധിച്ച മാതിരി ചരിക്കണം. അത് രാജാജ്ഞയായി കരുതണം. ഒരിക്കലും ലംഘിക്കരുത്. സർവേശായ ഞാൻ കൽപ്പിച്ച വേദം നിരാകരിക്കരുത് കേട്ടോ. എന്റെ ആജ്ഞകൾ അനുസരിക്കാനായി ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും സൃഷ്ടിച്ചു. ഈ വാക്കുകൾ വേദവാക്കുകളായി കരുതുക. എപ്പോൾ ധർമ്മം ക്ഷയിച്ച് അധർമ്മം തലപൊക്കുന്നുവോ അപ്പോൾ ഞാൻ അവതരിക്കും. അതിനു വേണ്ടിയാണ് ദേവന്മാരും ദൈത്യന്മാരും ഉണ്ടായത്. ധർമ്മം ആചരിക്കാത്തവരെ ശിക്ഷിക്കാനാണ് ഞാൻ നരകം സൃഷ്ടിച്ചിരിക്കുന്നത്. വേദധർമ്മങ്ങൾ ഉപേക്ഷിച്ച് പരധർമ്മങ്ങൾ ചെയ്യുന്നവരെ രാജ്യത്തിൽ നിന്ന് തന്നെ ഭ്രഷ്ടരാക്കണം. അവരോടുള്ള സംസർഗം ഉപേക്ഷിക്കണം. ശ്രുതിസ്മൃതി വിരുദ്ധമായ ശാസ്ത്രങ്ങൾ നിരവധി ഉണ്ട്. അവയെ താമസങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. വാമം, കാപാലികം, കൗളകം, ഭൈരവം തുടങ്ങിയവ രുദ്രഭഗവാൻ ഉണ്ടാക്കിയതാണ്. ദക്ഷൻ, ദധീചി തുടങ്ങിയവരുടെ ശാപം കാരണം വേദമാർഗത്തിൽ ഭ്രംശം വന്ന ബ്രാഹ്മണരെ രക്ഷിക്കാൻ വേണ്ടി രുദ്രൻ ഉണ്ടാക്കിയ വേദങ്ങളാണ് ശൈവ, വൈഷ്ണവ, സൗര, ശാക്തങ്ങൾ തുടങ്ങിയവ. രുദ്രഭഗവാൻ ഉണ്ടാക്കിയ ഈ ഗ്രന്ഥങ്ങളിൽ വേദത്തിന് അനുകൂലമായതും ഉള്ളതുമാ കൊണ്ട് വൈദികർക്ക് അവയെ സ്വീകരിക്കുന്നതിൽ ദോഷമില്ല. വേദങ്ങൾക്ക് വിരുദ്ധമായത് ബ്രാഹ്മണർ സ്വീകരിക്കുവാൻ പാടില്ല. വേദാധികാരമില്ലാത്തവർക്ക് സ്വീകരിക്കാം. വൈദികൻ വേദത്തിൽ പറഞ്ഞത് മാത്രമേ സ്വീകരിക്കാവൂ. അല്ലാത്തത് എടുക്കാൻ പാടില്ല. വൈദികന്മാരെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത ജ്ഞാനം പരമശ്രേഷ്ഠമാണ്. അത് ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ ആശ്രയിച്ച് ദയോടുകൂടിയും അഹങ്കാരാദി ദോഷങ്ങൾ ഇല്ലാതെയും ഏകാഗ്രചിത്തനായി പ്രാണങ്ങളെ എന്നിൽ തന്നെ ചേർത്തും സന്യാസിയോ വാനപ്രസ്ഥനോ ബ്രഹ്മചാരിയോ ആരുമായിക്കൊള്ളട്ടെ, അവൻ എൻ്റെ വിരാട് സ്വരൂപത്തെ ധ്യാനിച്ച് ഉപാസിച്ചാൽ ഞാൻ അവന്റെ മനസ്സിലെ തമസ്സിനെ മാറ്റി ജ്ഞാനത്തെ പ്രകാശിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? വൈദികാർച്ചനകളെ പറ്റി ഞാൻ ചുരുക്കി പറഞ്ഞു തന്നു. ഇനി അടുത്ത പടി പറയാം. ബിംബത്തിലോ നിലത്തോ സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയ ബിംബങ്ങളിൽ ഒന്നിലോ ബാണലിംഗം, ജലം, വസ്ത്രം, യന്ത്രം,
ഹൃദയാംബുജം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ എന്നെ പൂജിക്കാം. ദേവി കരുണാമയിയാണ്, സഗുണയാണ്, രക്തവർണ്ണമുള്ളവളാണ്, താരുണ്യവും ലാവണ്യവും ഒത്തിണങ്ങിയ സർവാംഗ സുന്ദരിയാണ്. കൈകളിൽ ദിവ്യ ആയുധങ്ങൾ ധരിച്ചവളും ആനന്ദരൂപിണിയുമായ പരാശക്തി യഥാശക്തി പൂജിക്കണം. ആന്തരികമായ അർച്ചനയ്ക്ക് യോഗ്യത വരുന്നതുവരെ ബാഹ്യമായ പൂജകൾ തുടർന്നു കൊണ്ടിരിക്കണം. ആ യോഗ്യത വന്നു കഴിഞ്ഞാൽ ബാഹ്യപൂജ വേണ്ടെന്ന് വെക്കാം. ഉപാധികളില്ലാത്ത എന്റെ രൂപത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുക. അത് ബ്രഹ്മരൂപമാണ്. ബാക്കിയൊക്കെ മായയാണ്. അതുപോലെ തന്നെ മിഥ്യയാണ്. മായ ആണെന്ന് പറഞ്ഞാൽ തന്നെ മിഥ്യയില്ലാത്തതല്ലേ. സംസാര ദുഃഖം നശിപ്പിക്കുവാൻ വികല്പമില്ലാത്ത മനസ്സോടുകൂടിയ ഭക്തിയോഗത്താൽ സാക്ഷിസ്വരൂപിണിയായി എന്നെ ധ്യാനിക്കുക. ഇനി ഞാൻ ബാഹ്യപൂജയെ പറ്റി വിസ്തരിച്ച് പറഞ്ഞു തരാം. വിഷമിക്കുകയേ വേണ്ട, ഞാൻ പറഞ്ഞു തരാട്ടോ. ബ്രഹ്മപൂജാക്രമം പറയണു. ഹിമവാന്റെ ചോദ്യം കേട്ട് ദേവി ബാഹ്യപൂജയെ പറ്റി പറയുവാൻ തുടങ്ങി. അത് രാവിലെ എഴുന്നേറ്റ് വെളുത്ത താമരയെ ബ്രഹ്മരന്ധ്രത്തിൽ സങ്കല്പിക്കണം. വെള്ളത്താമര. അതില് തന്റെ ഗുരുവിനെയും പത്നിയെയും കൂടി സർവാലങ്കാര ഭൂഷിതരായിട്ട് സങ്കല്പിച്ച് നമസ്കരിക്കണം. പിന്നെ സാവധാനത്തിൽ കുണ്ടലിനി ശക്തിയെ സ്മരിക്കണം. മൂലാധാരത്തിൽ നിന്ന് ബ്രഹ്മരന്ധ്രത്തിലേക്ക് പോകുമ്പോൾ പ്രകാശമാനമായും ബ്രഹ്മരന്ധ്രത്തിൽ നിന്ന് മൂലാധാരത്തിലേക്ക് പോകുമ്പോൾ ആനന്ദാമൃതമായും സുഷുമ്നാ നാഡിയിൽ കൂടി ചരിക്കുന്നവളുമായ പരാശക്തിയെ സ്മരിക്കുന്നു. അപ്രകാരമുള്ള ദേവിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ശിഖാമധ്യത്തിൽ ഇപ്രകാരം സച്ചിദാനന്ദ രൂപയായി സങ്കല്പിച്ചതിന് ശേഷം ശൗചാദിക്രിയ കഴിക്കണം. പിന്നീട് അഗ്നിഹോത്രം ചെയ്ത് എന്റെ പ്രീതിക്കായി ഹോമാവസാനത്തിൽ സ്വന്തം ആസനത്തിലിരുന്ന് സങ്കല്പ പൂജ ചെയ്യണം. ആദ്യം ഭൂത സംശുദ്ധി ചെയ്യണം. പിന്നീട് എന്താ ചെയ്യണ്ടേ? ഹൃല്ലേഖാമന്ത്രം ന്യാസത്തോടുകൂടി ആചരിക്കണം. മൂലാധാരത്തിൽ ഹകാരം ന്യസിക്കണം. ഹൃദയത്തിൽ രകാരവും ഭ്രൂമധ്യത്തിൽ ഇകാരവും ശിരസിലായി ഹ്രീകാരവും ന്യസിക്കണം. മനസ്സിലായില്ലേ? ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം ഇവയെ പീഠത്തിന്റെ കാലുകളായി സങ്കല്പിക്കുന്ന ക്രമമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ടെന്ത് വേണം? സ്വദേഹത്തിൽ ആ പീഠക്കാലുകളെ സങ്കല്പിക്കണം. പ്രാണായാമം കൊണ്ട് വികസിച്ച ഹൃദയമാകുന്ന താമരയിൽ ദേവിയെ പഞ്ചപ്രേതാസനസ്ഥയായി ധ്യാനിക്കുക. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ എന്നീ 4 കാലുകളാകുന്ന കട്ടിലിന്റെ പലക സദാശിവനാണ് കേട്ടോ. അതിലിരിക്കുന്ന ദേവിയാണ് സങ്കല്പിക്കുന്നത്. ആ 4 കാലുകളാകുന്ന ഈശ്വരന്മാർ എന്റെ കാൽക്കീഴിലാണ് വസിക്കുന്നത്. അവർ പഞ്ചഭൂതാത്മകരും പഞ്ചാവസ്ഥകൾ ചേർന്നവരുമാണ്. എന്നാൽ ഞാൻ ഈ അവസ്ഥയെയും കടന്ന സച്ചിദാനന്ദ സ്വരൂപിണിയാണ് ഞാൻ. ആ ഈശ്വരന്മാർ ശക്തിതന്ത്രത്തിൽ വിഷ്ഠരായവരാണ്. അവരെ ധ്യാനിച്ച് ഉപാസിച്ച് മാനസ പൂജ ചെയ്യണം. ജപം കഴിഞ്ഞാൽ എന്ത് വേണം? അർഘ്യം നൽകി നിവേദ്യം സമർപ്പിക്കണം. അത് കഴിഞ്ഞിട്ടോ മന്ത്രതീർത്ഥത്താലും വസ്ത്രബന്ധം കൊണ്ടും പുരോഹിതൻ ദിഗ്ബന്ധം ചെയ്യണം. പിന്നീട് ഗുരുക്കളെ വന്ദിക്കണം. ഗുരുവിനോട് അനുജ്ഞ വാങ്ങി ബാഹ്യപീഠത്തിലായി ഹൃദയത്തിൽ എന്റെ കോമള വിഗ്രഹത്തെ ആവാഹിക്കണം. മന്ത്രപൂർവം പ്രാണപ്രതിഷ്ഠ ചെയ്യണം. പിന്നീട് ആസനം നൽകി അർഘ്യപാദ്യാദികൾ ചെയ്ത് അതുപോലെ തന്നെ സ്നാനം, വസ്ത്രദ്വയം, ഭൂഷണങ്ങൾ, സുഗന്ധ പുഷ്പങ്ങൾ എന്നിവ ദേവിക്ക് ഭക്തിപൂർവം സമർപ്പിക്കണം. ഒറ്റമുണ്ട് പാടില്ല, 2 മുണ്ട് തന്നെ വേണം. ദ്വയം. യന്ത്രത്തെ പൂജിക്കണം. ഇത് ദിവസേന ചെയ്യേണ്ടതാണ്. അതിൽ സാധിക്കാതെ ഒരു വെള്ളിയാഴ്ച എങ്കിലും ചെയ്യണം. ദേവിയും അംഗദേവതമാരെയും ദേവിയുടെ പ്രഭ വ്യാപിച്ചിരിക്കുന്ന വിശ്വത്തെയും സ്മരിക്കണം. പിന്നെ ദേവിയെ രൂപത്തോടുകൂടി ചന്ദനം, വാസനാ പുഷ്പങ്ങൾ, നിവേദ്യം, താമ്പൂലം, ദക്ഷിണ തുടങ്ങിയവയൊക്കെ അങ്ങുണ്ടാക്കിയ സഹസ്രനാമത്താലും ബ്രാഹ്മണർ പൂജിക്കണം. അഹം രുദ്രേഭി എന്ന സൂക്തത്താലും കവചം കൊണ്ടും ഭുവനേശ്വരുടെ ഉപനിഷത്ത് മന്ത്രത്തോടു കൂടിയും മഹാവിദ്യ മഹാമന്ത്രത്താലും വാഴ്ത്തി സ്തുതിക്കണം. ഭക്തി കൊണ്ട് കണ്ണീർ പൊടിഞ്ഞും പുളകങ്ങളോടുകൂടിയും ഗദ്ഗത കണ്ഠരായും ഭക്തിയും പ്രേമവും കൊണ്ട് ആർദ്രമായ മനസ്സോടുകൂടി നൃത്തഗീതാദികളെ കൊണ്ട് ദേവിയെ പ്രസാദിപ്പിക്കണം കേട്ടോ. വേദങ്ങൾക്കും പുരാണങ്ങൾക്കും അകമ്പൊരുൾ ഞാനായത് കൊണ്ട് അവയെ പാരായണം ചെയ്ത് എന്നെ സ്തുതിക്കണം. പിന്നെന്താ?
സകലവും തന്നെത്തന്നെയും ദേവിക്കായി സമർപ്പിച്ച് ഹോമം കഴിച്ച് ബ്രാഹ്മണരെയും സുവാസിനികളെയും വടുക്കളെയും ദേവി തന്നെയാണെന്ന് സങ്കല്പിച്ചു കൂട്ടണം. പിന്നെന്താ വേണ്ടത്? ഹൃദയത്തിൽ സംഹാര മുദ്ര കൊണ്ട് വിസർജിക്കണം. എന്റെ പൂജകളൊക്കെ ഹ്രീങ്കാര മന്ത്രം കൊണ്ട് ചെയ്യണം. ഹൃല്ലേഖാമന്ത്രമാണ് മറ്റ് മന്ത്രങ്ങൾക്കൊക്കെ നെടുനായകമായി വിളങ്ങുന്നത്. ഹ്രീങ്കാരമാകുന്ന കണ്ണാടിയിൽ എപ്പോഴും എന്നെ പ്രതിബിംബിച്ച് കാണാം. ഈ ഒരൊറ്റ മന്ത്രം കൊണ്ട് പൂജിച്ചാൽ സർവമന്ത്രങ്ങളും കൊണ്ട് പൂജിച്ച ഫലം കിട്ടും. ഒരു പൂജയും ചെയ്ത് പൂജ സമർപ്പിക്കാം. ഇപ്രകാരം ആരാണോ ഭുവനേശ്വരിയെ പൂജിക്കുന്നത് അവന് സർവസ്വവും സുലഭമായി ലഭിച്ച് പിന്നീട് ദേഹാന്തരത്തിൽ എന്റെ മണിദ്വീപിൽ തന്നെ എത്തുകയും ചെയ്യൂട്ടോ. അങ്ങനെയുള്ളവർ ദേവീരൂപം തന്നെ ആയിത്തീരും. അവനെ ദേവന്മാർ കൂടി നമസ്കരിക്കും. ഹേ ഹിമവാൻ, മഹാദേവി പൂജയുടെ ക്രമം ഞാൻ പറഞ്ഞു തന്നില്ലേ? എന്റെ പൂജ നിത്യവും ചെയ്ത് കൃതാർത്ഥനായി തീരുക കേട്ടോ. ഈ ശാസ്ത്രം ശിഷ്യനല്ലാത്ത ആരോടും പറഞ്ഞു കൊടുക്കരുതേ. ഈ ശാസ്ത്രം വളരെ ഗോപ്യമായി വെക്കേണ്ടതുമാണ്. ഭക്തനായ ശിഷ്യനും ശീലവാനായ മൂത്തപുത്രനും ദേവീഭക്തനുമല്ലാത്ത മറ്റാർക്കും പറഞ്ഞു കൊടുക്കുകയും വരരുത്. ശ്രാദ്ധ സമയത്ത് വിപ്രന്മാരുടെ മുമ്പിൽ ഇത് ചൊല്ലുകയാണെങ്കിൽ പിതൃക്കൾക്ക് തൃപ്തി വരും. അവർ എന്റെ പാദം പ്രാപിക്കുകയും ചെയ്യും. അവർക്ക് മോക്ഷം കിട്ടാതെ പിതൃക്കളുണ്ടെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടും അർത്ഥം പറയുന്നത്. ഇത്രയും പറഞ്ഞ് ജഗദംബിക അന്തർധാനം ചെയ്തു. ദേവിയുടെ ദർശന ഭാഗ്യത്തിൽ എല്ലാവരും സന്തുഷ്ടരായി കേട്ടോ. പിന്നീട് ഹിമാലയത്തിൽ ഗൗരി എന്ന പേരോടുകൂടി ഹൈമവതിയെ മഹാദേവൻ വേളി കഴിച്ചു. അവർക്കുണ്ടായ പുത്രൻ സ്കന്ദനാൽ താരകാസുരൻ വധിക്കപ്പെടുകയും ചെയ്തു. പിന്നെന്താ? പിന്നീട് പാലാഴി മഥനത്തിൽ വിശിഷ്ടരത്നങ്ങൾ ഉത്ഭവിച്ചുല്ലോ. അന്ന് ദേവന്മാർ ലക്ഷ്മിയെ ലഭിക്കാൻ ജഗദംബയെ പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന കൊണ്ട് രമയായി പാലാഴിയിൽ ജനിച്ചു ദേവി. ആ ദേവിയെ സ്വരന്മാർ ഹരിക്ക് നൽകി. ഹരിക്ക് അതുകൊണ്ട് സന്തോഷവും സൗഖ്യവും ഉണ്ടാവുകയും ചെയ്തു. മഹാലക്ഷ്മിനെ അല്ലേ കിട്ടിയത്? ആരുടെ തന്നെ സ്ഥാനം കൊടുത്തു ഭഗവാൻ. സർവകാമനകളും സാധിച്ചു തരുന്ന ഗൗരീലക്ഷ്മി സമുത്പത്തി കഥ ഞാൻ പറഞ്ഞു തന്നു. ഹേ ജനമേജയരാജൻ, ദേവി മാഹാത്മ്യം ഞാൻ പറഞ്ഞു തന്നില്ലേ? വളരെ ഗോപ്യമായി ഈ കഥ അന്യന്മാരോട് പറയല്ലേ. വളരെ ഗോപ്യമായി വെക്കണം കേട്ടോ. അങ്ങ് ചോദിച്ചത് കൊണ്ട് ദിവ്യവും വിശുദ്ധവുമായി ഈ കഥ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ബാഹ്യപൂജാ വിധാനം എന്ന 40-ാം അധ്യായം ജഗദംബികയുടെ തൃപ്പാദപത്മങ്ങളിൽ നമ്മൾ സമർപ്പിച്ചു. ഇനി നാളെ നമ്മൾ 8-ാമത്തെ സ്കന്ധത്തിലേക്കാണ് പോകേണ്ടത്. അമ്മയുടെയും എൻ്റെ പൊന്നിൻ്റെയും അനുഗ്രഹം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ആ ഭാഗം നോക്കാം. ഇന്നിപ്പോ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.